ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ നാട്ടിലൊരു വലിയ റേഷൻ കടയുണ്ടായിരുന്നു. വളരെ വലിയ കടയാണത്. മുതലാളിയുടെ ഭാസ്കരൻ മുതലാളി എന്നാണ് റേഷൻ കട മുതലാളിയുടെ പേര്. ഭാസ്കരൻ മുതലാളിയുടെ കടയിൽ വലിയ തിരക്കാണ്. മാസത്തിൽ പല ദിവസങ്ങളിലും വലിയ തിരക്കാണ്. പാവപ്പെട്ട സ്ത്രീകളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ കുട്ടികളും പോകും, ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ പോയപ്പോൾ. അപ്പോൾ മുതലാളിയോട് ചോദിച്ചു, മുതലാളി പഞ്ചസാര വന്നോ? അപ്പോൾ മുതലാളി പറയും വന്നു. സ്വപ്പം വന്നു. അപ്പോൾ പിന്നെ മുതലാളി എനിക്കിത് അപ്പോഴേ തീർന്നു. മണ്ണെണ്ണ വന്നോ? വന്നു. സ്വൽപ്പ വന്നു. അപ്പോഴേ തീർന്നു. എന്ത് സാധനം വന്നാലും തീരും. പക്ഷേ വേറെ ഗുണം എന്തറിയാമോ? മണ്ണെണ്ണ, പഞ്ചാര, തേയിലയില്ല, ഗോതമ്പ്, അരി, വ്യത്യസ്ത നദികൾ, മൈദ, ആട്ട, ഒരുപാട് വസ്തുക്കൾ റേഷൻ കട കിട്ടുമായിരുന്നു. റേഷൻ കട ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ അന്നദാതാവായിരുന്നു. എല്ലാ വീട്ടുകളിലെ ആളുകൾക്ക് മുതലാളി എന്നൊക്കെയാണ് വിളിക്കുന്നത് റേഷൻ കടയിലെ ആളുകൾ. കാരണം അത്ര വലിയ പ്രതാപത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു വലിയ സംവിധാനമായിരുന്നു റേഷൻ. അന്ന് എല്ലാവർക്കും റേഷൻ കിട്ടുമായിരുന്നു. ഒറ്റ തരം കാർഡേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ, അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും, ഞാൻ ഒരു സർക്കാരിനെയും കുറ്റം പറയുന്നില്ല, എല്ലാവരും കൂടി പലതരം കാർഡുകളാക്കി. മണ്ണെണ്ണ കൊടുക്കൂല, വെളിച്ചെണ്ണ കൊടുക്കൂല, അത് കൊടുക്കൂല, ഇത് കൊടുക്കൂല, എങ്ങനെ എല്ലാം റേഷൻ കടയെ ബുദ്ധിമുട്ടിക്കാവോ അങ്ങനെ എല്ലാം റേഷൻ കടയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചു സപ്ലൈക്കോയും മാവേലി സ്റ്റോറൊക്കെ വന്നപ്പോൾ എന്തുകൊണ്ട് റേഷൻ കടയെ ആ നിലയിൽ ഉയർത്തിയില്ല. കാരണം എല്ലാ ഗ്രാമത്തിലും മിക്കവാറും വാർഡുകളിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് എടുത്താൽ ഒരുപാട് സ്ഥലങ്ങൾ റേഷൻ കാർഡുണ്ട്. റേഷൻ എന്ന് പറയുന്നത് മലയാളിയുടെയും ഇന്ത്യക്കാരുടെയും ഒരു നൊസ്റ്റാൾജിയ ആയിരുന്നു, ഒരു കുടുംബ അംഗമായിരുന്നു റേഷൻ കടയും റേഷനുമൊക്കെ. ആ പേര് തന്നെ മലയാളിക്ക് പതിഞ്ഞ പദമാണ്. പക്ഷെ ഇപ്പോൾ വളരെ കാലം മാറി, റേഷൻ കടകളുടെ രൂപം മാറ്റി, അവിടെ വേറെ ഒരുപാട് സംവിധാനങ്ങൾ വന്നു, ഇലക്ട്രോണിക് സംവിധാനം വന്നു. എല്ലാം വന്നപ്പോഴും പലതരം കാർഡുകളാക്കി, വെള്ള, മഞ്ഞ, പച്ച, ചുവപ്പെന്നൊക്കെ പറഞ്ഞ് പലതരം കാർഡുകളാക്കി. ഒരേ കടയിൽ തന്നെ 2 കളറിലുള്ള കാർഡുകൾ കൊണ്ട് 2 പേര് ചെല്ലുമ്പോൾ ഒരാളിന് ഒരുപാട് അരി കിട്ടുന്നു, ഒരുപാട് മണ്ണെണ്ണ കൊടുക്കുന്നു, ഒരുപാട് ഗോതമ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആട്ട കൊടുക്കുന്നു, അടുത്ത് നിൽക്കുന്ന ആളിൽ നിന്നും കിട്ടുന്നില്ല. അങ്ങനെ വളരെ വലിയ വിവേചനമൊക്കെ വന്ന്, പോട്ടെ അത് സാമ്പത്തിക അടിസ്ഥാനത്തിലൊക്കെ വന്നതാണെങ്കിൽ സഹിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയി. ഞാൻ ഈ പറയുന്നത് ഈ പ്രശ്നങ്ങളല്ല, അതവിടെ നിൽക്കട്ടെ. ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വ്യാപാരികളുടെ ഒരു പ്രശ്നം വളരെ വലിയതാണ്. 18,000 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അതിനകത്ത് അതിൻ്റെ വാടക പോലെയുള്ള കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു 40% സ്ത്രീകളാണ് അതിനകത്ത് ജോലി ചെയ്യുന്നത്. അവർക്ക് റേഷൻ കട സമയം 8 മണി എന്നുള്ളത് 9 മണിയാക്കി കൊടുത്തു. കാര്യം വീട്ടിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എന്തൊക്കെ ന്യായം പറഞ്ഞാലും എത്ര ശാക്തീകരണം പറഞ്ഞാലും, സ്ത്രീ അമ്മയാണ്, ദേവതയാണ്, അങ്ങനെയാണ്, പുരുഷന് തുല്യമാണെന്നൊക്കെ എന്തെല്ലാം പറഞ്ഞാലും വീട്ടുജോലി, വീട്ടിലെ ഗൃഹഭരണം കൂടുതൽ നടത്തുന്നത് സ്ത്രീകൾ തന്നെയാണ്. അവർക്ക് 9 മണിയൊന്നും ആകാതെ കടയിൽ വന്നിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ 9 മണിക്ക് 8 മണി എന്നുള്ള 9 മണിയാക്കി കൊടുത്തു. പക്ഷേ അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നില്ല. അവർക്കൊരു ഉത്സവബത്ത, ഈ ഓണത്തിന് എല്ലാവർക്കും ഉത്സവബത്ത കൊടുത്തു. കുറച്ച് പേർക്കാണ് കൊടുക്കാതിരുന്നത്. അതുപോലെ കൊടുക്കാത്തവരുടെ വിഭാഗത്തിൽ റേഷൻ കടക്കാർ വന്നു. അവർ 70 വയസ്സായാൽ അവർ പിരിഞ്ഞു പോകണം. പക്ഷെ പിരിഞ്ഞു പോകുമ്പോൾ അവർക്കൊരു പൈസയില്ല. അവർ 70 വയസ്സും ഈ പൊടികൾ അത്രയും അടിച്ച് മണ്ടേ കയറ്റി എല്ലാ ആളുകളെയും, നാട്ടിലെ ഗ്രാമത്തിലെ സകല പേരെയും 70 വയസ്സ് വരെ ഉണ്ണാൻ കൊടുത്ത്, പിന്നെ അന്നം കൊടുത്തിട്ട് 70ാമത്തെ വയസ്സിൽ വെറുതെ വീട്ടിലേക്ക് പോയി ഒന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയിലേക്ക് രോഗികളായി പോകുന്ന എത്രയോ ആളുകൾ, ആസ്മ പോലുള്ള രോഗികൾ, ഹൃദ്രോഗം പിടിക്കുന്ന എത്രയോ ആളുകൾ, അവർക്ക് വിരമിക്കൽ ആനുകൂല്യമില്ല, അവർക്ക് പെൻഷനില്ല. ഒരു 5,000 രൂപയെങ്കിലും പെൻഷൻ കിട്ടണമെന്ന് പറയുന്ന ഒരു ന്യായമായ ഒരു ആവശ്യമല്ലേ? അതുപോലെ തന്നെ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. പിന്നെ 45 കിൻഡൽ അരി അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളെല്ലാത്തിനും വേണ്ടി ഒരു 18,000 രൂപയാണ് കിട്ടുന്നത്. വളരെ നാമമാത്രമായ തുകയാണ് കിട്ടുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ഈ കാലഘട്ടത്തിൽ വല്ല സ്വിഗ്ഗി, സുമാട്ടോ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോയാൽ പോലും വലിയ പൈസ കിട്ടുന്ന കാലമാണ്. ചെറുപ്പക്കാരൊക്കെ പോയി നല്ല കാശുണ്ടാക്കുന്ന കാലത്താണ്. ഇതിനകത്ത് പെട്ടുപോയ പാവങ്ങളായ ആയിരക്കണക്കിന് വരുന്ന റേഷൻ വ്യാപാരികൾ, തീർച്ചയായും അവരുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചേ കഴിയും. ഇതിനൊരു കമ്മീഷൻ വെച്ചു 2018. എന്നിട്ട് 25% ഇത് ശമ്പളം കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു, അലവൻസ്. അതും നടന്നില്ല. 25% 25%, 6 വർഷമായില്ലേ? 6 അല്ല, ഇപ്പോൾ 7 വർഷമാകുന്നില്ലേ? 18 18 20 25 7 വർഷമാകുന്നു. പക്ഷെ അപ്പോഴും അവർക്ക് കൂട്ടിക്കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഇത് തന്നെയാണ് തുടരുന്നത്. അവർ അതുകൊണ്ട് തന്നെ നിയമസഭാ മാർച്ച്, ആൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻകാർ നിയമസഭാ മാർച്ചിലേക്ക് പോകുന്നു. എല്ലാ ജനങ്ങളും പിന്തുണയ്ക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. സമരമല്ല ഞാൻ ഈ പറയുന്നത്. സമരത്തിലുപരി അവർ സമരത്തിലേക്കൊന്നും പോകാതെ അവരെ പിന്തുണയ്ക്കണം, പൊതുജനാഭിപ്രായം കൊടുക്കണം. കാരണം ഗ്രാമത്തിൻ്റെ അന്നദാതാവാണ് അവർ. അവരെ നമുക്ക് കണ്ടില്ല എന്നടിക്കാനാവില്ല. അവർ നവംബർ 1 മുതൽ വലിയ സമരത്തിലേക്ക് പോകും. കടയടച്ചിട്ട് സമരത്തിലേക്കൊക്കെ പോകുമെന്ന് പറയുന്നു. അതിലേക്കൊന്നും വരാതിരിക്കട്ടെ. അവരുടെ പ്രശ്നങ്ങൾ അവർ ജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നിയമസഭാ മാർച്ചോ അല്ലെങ്കിൽ
പിന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ നടത്തട്ടെ, അത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അങ്ങനെ കഴിയുകയുള്ളൂ ഗവൺമെൻറ്റിലേക്ക്. അതിലുപരിയായി അവർ വലിയ സമരത്തിലേക്കൊന്നും പോകാതെ അവരുടെ പ്രശ്നങ്ങൾ പലവട്ടം മന്ത്രി ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത് പോരാ, വീണ്ടും അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. അത് കേന്ദ്ര ഗവൺമെൻറ്റും ഇതിനകത്ത് ഉദാരമായ സമീപനം എടുക്കണം. റേഷൻ കടയിൽ അവിടെ രാജ്യത്ത് കിടക്കുന്ന ഏതെങ്കിലും ഗോഡൗണിൽ കിടക്കുന്ന കുറേ അരി തീർക്കാനുള്ളൊരു സ്ഥലമല്ല റേഷൻ കട. ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ പോഷകാഹാര സ്ഥലമാണ്. റേഷൻ കാർഡ് എല്ലാവരും ഉപയോഗിക്കുന്നു. സാമ്പത്തികമുള്ളവർക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിലും അവർ 6 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 3 മാസത്തിൽ കൂടുതലൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ റേഷൻ കാർഡ് ഉപയോഗിച്ചില്ലെങ്കിൽ കട്ടായി പോകുന്നുള്ള കാരണം കൊണ്ടെങ്കിലും റേഷൻ കടയിലൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ സമസ്ത ജനവിഭാഗങ്ങളുടെയും ഒരു ആധാര രേഖയായി നിൽക്കുന്ന റേഷൻ കാർഡും റേഷൻ കടകളും ഒരു ഗ്രാമത്തിൻ്റെ അന്നമായി നിൽക്കുന്ന, അന്നദാതാവായി നിൽക്കുന്ന റേഷൻ വ്യാപാരികളെ അതുപോലെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അവരെ സമൂഹത്തിൻ്റെ വലിയ ആളുകളായി തന്നെ കണ്ടുകൊണ്ട് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ജനങ്ങൾക്കും ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. സർക്കാരിനും വളരെ പ്രാഥമികമായ ഉത്തരവാദിത്വമുണ്ട്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർവഹിക്കുമെന്നതിനെ നമുക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഈ സുഭാഷിതം ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആശാ വർക്കേഴ്സ്, അംഗനവാടികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, പോലീസുകാർ, അധ്യാപകർ, കൃഷി തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ, ഇങ്ങനെ തൊഴിലുറപ്പുകാർ, ഇങ്ങനെ സമൂഹത്തിലെ അധസ്ഥിതരായ അല്ലെങ്കിൽ അശരണരായ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പീപ്പിളായിട്ടുള്ള, കരാറിൽ പ്രവർത്തിക്കുന്ന, ഇൻസെൻറ്റീവ് വാങ്ങുന്ന, ഓണറേറിയം വാങ്ങുന്ന ഒരുപാട് ആളുകളുടെ വിഷയങ്ങൾ ചെയ്തു. അപ്പോഴാണ് റേഷൻ കടയുടെയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കാര്യം നോക്കുന്നു, 40% സ്ത്രീകളാണ് ഇതിലും ജോലി ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്തേ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുക. റേഷൻ വ്യാപാരികൾ പരമാവധി വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ പരസ്യങ്ങൾ നൽകുക, സംഭാവനകൾ നൽകുക. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. റേഷൻ വ്യാപാരികളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടെയുണ്ട്, ഒപ്പമുണ്ട് സുഭാഷിതം.